ബാലകൃഷ്ണനല്ലേ? വണ്ടി നിർത്ത്. ബാലകൃഷ്ണ, നീ ഇങ്ങനെ ഇവിടെ വന്നു? ഞങ്ങൾ പിടിക്കാൻ തന്നെ ചെയ്താനെ. എത്രയായി മാസേ? 35 രൂപ. എന്നെ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ തരും. പറ്റുമോ? അല്ല, അവന് വെറുതെ മുങ്ങിയത്. എന്റെ പൈസ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടത്. എന്റെ പൈസ ബാലകൃഷ്ണൻ എവിടെ പോയി കിടക്കേണ്ടത്? പൈസ എന്നോട് പറയുന്നു. എന്റെ പൈസ ബാലകൃഷ്ണ. ആഹാ, ഒളിപ്പിക്കല്ലേ? അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ സോറി. ആ ആൾ പോയതാണ്. ക്ഷമിക്കണം. എന്റെ കാശിങ് തന്നെ. ഞാനിത് അവിടെ നിന്ന് വരെ പുറകെ വരികയായിരുന്നു. തന്നോടായിരുന്നു എനിക്ക് എസ്കോർട്ട് തരാൻ. പിന്നെ താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താൻ വന്ന വണ്ടിയാ? അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡാ? എടുത്ത് മാറ്റാൻ വണ്ടി? അതല്ലേ ചോദിക്കുന്നത്. എന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ച് മാറ്റി പോയാൽ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കേട്ടോ. താനിത് എവിടെ പോകുന്നു? കണ്ടു അതിന്റെ അകത്തേക്ക്. ആരെ കാണുമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ ഞാൻ ക്ഷണ. എടാ, നീ ഇതിനുള്ളിലല്ല, ഏത് ബഹറിനുള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വേണ തുഴപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു കുഴപ്പമുണ്ട്. നിന്റെ സ്നേഹിതം ബാലകൃഷ്ണൻ കേട്ടിട്ട് എന്റെ 35,000 കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണ്. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരോ? അത് നിന്റെ പെങ്ങളെ കല്യാണം മുടങ്ങി പോകും. നിങ്ങൾക്കാവുമ്പോൾ സമ്മതത്തിന് പിടിച്ചാലോ? ഞാൻ കഷ്ടപ്പെടും. അവൻ ഇവിടെ അല്ല ജോലി. നോണ പറയരുത്. അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, ഈ തലക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്നതിനാണ്. തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. സാധനത്തെ പിടിച്ച് പുറത്താക്കണോ? പറഞ്ഞിക്കണോ? അടുക്കരുത്. പല്ലെടുക്കല്ലത്തിട്ട് ഒറ്റ കുറ്റെടുക്കരുത്. അടിച്ചു കൊടുക്കണ കൊല്ലുള്ളൂ. നിന്റെ അടുക്കരുത്. വരും. എന്റെ സ്വന്തം ടൈമിൽ ചെയ്തിട്ടില്ലല്ലോ. അവിടെ വെക്കണം. അതിലൊക്കെ വെക്കണം. അതാക്കി മനസ്സിലെ കൗതു പിടിക്കല അവനെ കണ്ടു. രാധനായ കൊണ്ടുപോകാൻ കൊണ്ടുപോകും. എന്തൊരു ശല്യമാണ്. ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പെടുന്നില്ലാണ്ടായല്ലോ ഭഗവാന്.